ഇതെല്ലാം രാഘവനങ്ങൾ കൂടെ ചേർന്നിട്ട് നടപ്പാക്കിയതാണോ എന്നാ എന്റെ ഒരു സംശയം. ഹാ, ഇപ്പതേ അർജുൻ അവന്റെ പെണ്ണും പിള്ളയുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള ഒരുക്കത്തില്. അർജുൻ പ്ലസ് അഡ്വക്കേറ്റ് അഞ്ജലി ഫസ്റ്റ് നൈറ്റ്. എന്നാലും രാഘവനങ്ങൾ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. രാവിലെ കുറുപ്പങ്ങൾ ഇവിടെ വന്നപ്പോഴും എല്ലാം നേരിൽ കണ്ട് ബോധ്യമായിട്ടാണല്ലോ പോയത്. എന്നിട്ടും കാവ്യ ഇതുവരെ വിളിച്ചൊന്ന് പ്രതികരിക്കുക പോലും ചെയ്യാത്തത് കൊണ്ടാ ഞാൻ വിളിച്ച് കാര്യം തിരക്കാന്ന് കരുതിയത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. എന്നാലും കാവ്യക്ക് കിട്ടാതെ പോയ അർജുനെ എന്റെ ആജന്മ ശത്രുവായ അഞ്ജലിക്ക് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഉള്ളിലൊരു നീറ്റല്. ആ, കഴിഞ്ഞില്ലേ? ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ കാവ്യക്ക് കിട്ടാത്ത അർജുനെ അഞ്ജലിക്കെന്നല്ല ആർക്കും കിട്ടില്ല. ആർക്കും. അതിനെന്താ ചെയ്യണ്ടെന്ന് ഈ കാവ്യക്ക് നന്നായിട്ട് അറിയാം. Yes, yes, yes! I did it! ഇനി അർജുന്റെ കാര്യം കാവ്യ നോക്കിക്കോളും. മോനെ അർജുനെ, നിന്റെ ഇന്നത്തെ ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആവുമല്ലോടാ മോനെ. എന്റെ ദൈവമേ, കാവ്യ, നീ ഇതെങ്ങോട്ടാ കത്തിയൊക്കെ ആയിട്ട്? കൊല്ലും ഞാൻ അവനെ. അങ്ങനെ എന്റെ ജീവിതം തകർത്തിട്ട് അവൻ അവളുമായിട്ട് സുഖിച്ച് ജീവിക്കണ്ട. ഈശ്വര, നീ എല്ലാം അറിഞ്ഞല്ലേ? അറിഞ്ഞു. ഞാൻ അറിഞ്ഞത് അല്പം വൈകിയെന്ന് മാത്രം. എന്റെ പൊന്നുമോളെ, നീ കത്തി ഇങ്ങിതാ, നമുക്ക് അകത്ത് പോയിരിക്കാം. ഇല്ല, തരില്ല. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാനിത് താഴെ വെക്കും. നിക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മ വിടാനാ പറഞ്ഞ. വിടുമോളെ, ഞാൻ പറഞ്ഞോട്ടെ. കുറുപ്പേട്ടാ, കൊല്ലണം അവനെ. മോളെ, നീ അവിവേകൊന്നും കാണിക്കില്ലേ മോളെ? അമ്മ വിടാൻ. വേണ്ട മോളെ, ഞാൻ പറയുന്ന കേക്ക്. മോളെ വിടാനല്ലേ പറഞ്ഞത്? വിടാനാ പറഞ്ഞ. കുറുപ്പേട്ടാ, എനിക്ക് അവനെ കൊല്ലണം. കുറുപ്പേട്ടാ, കൊന്നിട്ടേ വരൂ. മോളെ, ഞാൻ പറഞ്ഞോട്ടെ. എന്താ നീ കാണിക്കുന്നത്? അച്ഛനിവിടെ ഉണ്ടായിരുന്നോ? സന്തോഷം. നിങ്ങൾ എന്നോട് നേരത്തെ എന്താ പറഞ്ഞത്? കല്യാണ തീയതി ഉടനെ അങ്ങ് നിശ്ചയിച്ച് മറിച്ചങ്ങ് തരാന്നല്ലേ? അത് അർജുനും രാഘവനങ്ങളും ഏറ്റൊന്നും നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. പച്ച കള്ളം. മോളെ, മോളെ, നിങ്ങൾ എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. ഞാൻ അറിഞ്ഞു സത്യമല്ല. അവൻ ആ അർജുൻ അഡ്വക്കേറ്റ് അഞ്ജലിയും കെട്ടി ശംഖുചക്രത്തിൽ വന്ന് പൊറുതിയായിട്ടും നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നിൽ നിന്നും അത് സമർത്ഥമായിട്ട് മറച്ചു വെച്ചു. എന്തിന്? അതുകൊണ്ട് എന്ത് നേടി നിങ്ങള്? അത് പിന്നെ മോളെ, നിന്നോട് സത്യം പറയാത്തതിന് പിന്നിൽ വേറെ ചില കാരണങ്ങളുണ്ട്. ഞാനത് നിന്നോട് എനിക്ക് ഒരു കാരണവും കേൾക്കണ്ട. ഇനി എനിക്കറിയാം എന്ത് വേണോന്ന്. ഞാൻ തന്നെ ഇത് നേരിട്ട് ചെയ്തോളാം. മോളെ, മാറി നിൽക്കങ്ങോട്ട്. നോ മോളെ, നീ ഈ നേരം കെട്ട നേരത്തേക്ക് എന്തിനുള്ള പുറപ്പാടാ? അതും ഈ കത്തിയും കൊണ്ട്. കത്തി കൊണ്ടില്ല, കൊള്ളിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി അർജുന്റെ നെഞ്ചത്ത് എന്റെ പ്രണയം കാണാതെ അവനെ അഞ്ജലിക്ക് പിന്നാലെ പോയെങ്കിൽ അവൻ ഇനി ഈ ഭൂമിയിൽ വേണ്ട. അതെന്ത് തീരുമാനോ? എനിക്ക് കിട്ടാത്ത അർജുനെ ആ അഞ്ജലിക്കും കൊടുക്കില്ല ഞാൻ.
മോളെ മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? അയ്യോ, കുറുപ്പേട്ടാ. അടുത്ത ചോര ചിന്തിക്കും ഞാൻ. മോളെ 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 നിക്ക്. മോളെ കാവ്യേ, സേതു നീ ചെന്ന് എന്റെ കാറിന്റെ ചാവി ഇങ്ങ് എടുത്തോണ്ട് വാ പെട്ടെന്ന്. എന്റെ ഈശ്വര, ഈ കൊച്ചിത് എന്ത് ഭാവിച്ച? ഒന്ന് പെട്ടെന്ന് അനങ്ങി വാടി. വന്നോ? ഇതെന്താ കയ്യില് പാലൊക്കെ ആയിട്ട്? താനിത് അവിടെ എവിടെയെങ്കിലും വെക്കേ. സത്യത്തില് താൻ ഇങ്ങനൊരു വേഷത്തില് പാലും കൊണ്ട് എന്റെ മുന്നിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. രാവിലത്തെ അച്ഛന്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നല്ലോ. ഏതായാലും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഒരല്പം വൈകിയാണെങ്കിലും താൻ തിരിച്ചറിഞ്ഞല്ലോ. എനിക്കത് മതി. മുത്തശ്ശി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാഘവനുണ്ണി വക്കീലിന്റെ കുബുദ്ധിയാണ് രാവിലെ കണ്ടതെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴെനിക്ക് ബോധ്യമായത്. ഞാൻ അർജുന ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഐ എം സോറി, ക്ഷമിക്കണം. ഏയ് അഞ്ജലി, താൻ അങ്ങനെയൊന്നും പറയരുത്. ദേ, എന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാവും അത്തരം കള്ളക്കളികള്. അതാണ് എനിക്കിനി ശേഷിക്കുന്ന ഏക ടെൻഷൻ. തനിക്കതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയാം, നന്നായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ആദ്യം തന്നെ താൻ എനിക്കൊരു വാക്ക് തരണം. ജീവിതത്തിലെ ഏറ്റവും വലിയ വാക്ക്. താൻ വലിയ സീരിയസ് ആണല്ലോ. സീരിയസാ. നമ്മളൊന്നിച്ചൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവല്ലേ. അതുകൊണ്ട് അർജുൻ ഇനി എന്നോടൊരിക്കലും ഒരു കള്ളം പറയരുത്, ഒരു സാഹചര്യത്തിലും. അതൊരു ചെറിയ കാര്യത്തിലായാൽ പോലും കള്ളം പറയാൻ പാടില്ല. വാക്ക് തരാൻ പറ്റുമോ? ഇതെന്റെ വാക്ക്. കഴിഞ്ഞതൊന്നും ഇനി ആവർത്തിക്കില്ല. ഇയാൾക്കെന്നെ വിശ്വസിക്കാം.
തിരിച്ച് ഞാൻ തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. എന്നും അഞ്ജലി എന്നോടൊപ്പം ഉണ്ടാവണം. എന്നും, എപ്പോഴും, ഏത് സാഹചര്യത്തിലും. താൻ ഒരിക്കലും എന്നെ കൈവിട്ടു പോരുത്. ഒരിക്കലും. എന്തേ, സമ്മതിച്ചോ? കരയാതോ? ഇന്നത്തെ രാത്രി കരയാനുള്ളതല്ല, സന്തോഷിക്കാനുള്ളതാ. എന്താ, സന്തോഷിക്കണ്ടേ നമുക്ക്? അഞ്ജലി, ഞാനല്ലേ ഇതൊന്നും ചെയ്ത്? ഇതെല്ലാം ദീപ്തിയും നിത്യയും ചേർന്ന്. മതി. ഇന്നൊരു ദിവസം താങ്ങാനാവുന്നതിനോ അപ്പുറത്തെ കഥകൾ കേട്ട് ക്ഷീണിച്ചിരിക്കുക. ഇനി വേണ്ട. ഇനി താങ്ങാൻ വയ്യാത്തോണ്ടാ. ഞാനൊരു അല്പനേരം കിടക്കട്ടെ. എന്താ കവിയ കയ്യില് കത്തിയൊക്കെ? നീ എന്ത് ഭാവിച്ച? മാറങ്ങോട്ട്, മാറ്. കാവ്യ, പ്ലീസ് റിലാക്സ്.
നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നേ? എനിക്ക് അർജുനെ കാണണം ഇപ്പൊ, ഈ നിമിഷം. അവൻ എവിടെ? എന്താ മോളെ, എന്താ പ്രശ്നം? എന്താ ഈ നേരത്ത്, അതും കൈ കത്തിയൊക്കെ ആയിട്ട്? എനിക്ക് അർജുനെ കാണണം ഇപ്പൊ, കാണണം ഈ നിമിഷം. എവിടെ അവൻ? അർജുൻ എവിടെ? അവന്റെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന ബെഡ്റൂം. അർജുൻ! കാവ്യ, സ്റ്റോപ്പ് ഇറ്റ്. എന്താ നീ കാണിക്കുന്നത്? എന്താ വേണ്ടത് നിനക്കിപ്പോ? എനിക്ക് സംസാരിക്കണം, കാണണം. നിങ്ങളോടല്ല, അവനോട്, അർജുനോട്. ചോദിച്ചത് കേട്ടില്ലേ? അർജുൻ എവിടെയാന്ന്? അത് കാവ്യമോളെ. മാറങ്ങോട്ട്. വരരുതെന്നല്ലേ പറഞ്ഞേ? വേണ്ട, കത്തിയാണ്. ആരാന്നൊന്നും ഞാൻ നോക്കില്ല. കൊന്നോളീ ഞാൻ. ഈ വട്ടുപെണ്ണ് നട്ടപ്പാതിരിക്ക് പണിയുണ്ടാക്കുന്ന ലക്ഷണമാണല്ലോ. ഇവളിന്ന് ഫുൾ ഫോമിലാണല്ലോ. വന്ന് തല്ലിയിട്ട് പോകുന്നു വിചാരിച്ചപ്പോ ഇവളിന്ന് കൊന്നിട്ട് പോകുന്ന ലക്ഷണമാ. അർജുൻ എവിടെ? അർജുൻ! മോളെ, മോളെ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. അതെ, നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ ആദ്യം ആ കത്തി ഒന്ന് താഴെ ഇട്. പരിഹാരം ഉണ്ടാക്കാന്നല്ലേ? അതുകൊണ്ടായിരിക്കും അർജുൻ പോയി അഡ്വക്കേറ്റ് അഞ്ജലി താലി കെട്ടിയത്. അതുകൊണ്ട് ഇനി വേണ്ട. ഇനിയുള്ള പരിഹാരം ഞാനും അർജുനും തമ്മില്. വിളിക്കവനെ. എവിടെയാ അവൻ? വേണ്ട. എവിടെയാന്ന്? അർജുൻ! ദാ! അർജുൻ! കാവ്യ, റിലാക്സ്. അർജുൻ ചിലപ്പോ കിടന്നിട്ടുണ്ടാവും. ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ അതുവരേക്കൊന്ന് റിലാക്സ് ആവ്. അത് ശരി, അവൻ കിടന്നിട്ടുണ്ടാവും അല്ലേ? എന്നെ വേണ്ടാന്ന് വെച്ച് അവനെ അഞ്ജലിക്കൊപ്പം ആദ്യരാത്രി ആഘോഷിക്കാൻ മണിയറ വാതിൽ തുറന്ന് അകത്ത് കയറി കിടന്നിട്ടുണ്ടാവുന്ന്. അത് ശരി, അവൻ കിടന്നിട്ടുണ്ടാവും അല്ലേ? എന്നെ വേണ്ടാന്ന് വെച്ച് അവനെ അഞ്ജലിക്കൊപ്പം ആദ്യരാത്രി ആഘോഷിക്കാൻ മണിയറ വാതിൽ തുറന്ന് അകത്ത് കയറി കിടന്നിട്ടുണ്ടാവുന്ന്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ റിലാക്സ്ഡ് ആവണോ അല്ലേ? ഇനിയുള്ള കാലം മുഴുവൻ അഞ്ജലി അവനോടൊപ്പം ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയുന്നോർത്ത് ഞാൻ റിലാക്സ്ഡ് ആവണോ അല്ലേ? റിലാക്സ്ഡ് ആക്കി തരാം. എല്ലാരും ഞാൻ റിലാക്സ്ഡ് ആക്കി തരാം. മാറി നിൽക്കുന്നുണ്ടോ? മാറിക്കോ. വേണ്ട. അർജുൻ, അപ്പൊ നീ കിടന്നില്ല അല്ലേ? നന്നായി. നീ ഇവളോടൊപ്പം ഈ രാത്രി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. ഇനി ഇവൾക്കൊപ്പം നീ എങ്ങനെ കിടക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എടീ,
കാവ്യേ, നീ ഇമോഷണൽ ഇംബാലൻസ്ഡ് ആവരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എന്ത് പ്ലീസ്? ഞാനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച് വെച്ചിട്ട് പേടിച്ചാടി പോയി ഇവളെ കല്യാണം കഴിച്ച നിന്നോട് ഇനി ഈ കാവ്യക്ക് പറയാൻ ഒന്നും ബാക്കിയില്ല. ഇനിയുള്ളതൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഇവളെ ഇന്ന് ഞാൻ കാവ്യ, നിനക്ക് ഭ്രാന്താണ്. Yes, I'm mad. നിന്നോടുള്ള പ്രേമം തലയ്ക്ക് പിടിച്ചെനിക്ക് ഭ്രാന്തായതാ. പക്ഷെ നീ ആ പ്രണയം കണ്ടില്ല എന്ന് നടിച്ചു. അപ്പോഴും നിനക്ക് പ്രണയം ഇവളോടായിരുന്നു. അടങ്ങാത്ത ഒടുങ്ങാത്ത പെണ്ണുമ്പിളോടുള്ള നിന്റെ ഒരു പ്രേമം. അതുകൊണ്ടല്ലേ നീ എന്നെ ഇട്ടറിഞ്ഞിട്ട് പോയി ഈ ആസത്തിന്റെ കല്യാണം കഴിച്ചത്. എന്നാ കേട്ടോ, ഈ കാവ്യക്ക് കിട്ടാത്തതൊന്നും അങ്ങനെ അഡ്വക്കേറ്റ് അഞ്ജലിക്ക് കിട്ടണ്ട. അതുകൊണ്ട് നീയാ മരിക്കേണ്ടത്. അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി അച്ഛനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, കാവ്യയുടെ കണ്ണീര് വീണ ശംഖുചക്രം തറവാട്ടിൽ ഇനി ആരും ചിരിക്കാൻ പാടില്ല. ആരും. മോനെ അർജുനെ, ഇന്ന് നിന്റെ കൃഷിയിടത്തില് പന്നിയായി ഇറങ്ങിയത്, നാളെ നിന്റെ ജീവിതത്തിൽ ആന ഇറങ്ങും. മതവിളകിയ കാവ്യ എന്ന ആന.